മണ്ണാർക്കാട് MLA N. ഷംസുദ്ദീനെതിരെ ലീഗിൽ പടയൊരുക്കം. 3 തവണ മത്സരിച്ച് ജയിച്ച ഷംസുദ്ദീൻ മാറി നിൽക്കണം എന്നൊരു വിഭാഗം. മണ്ണാർക്കാട് നിന്നുള്ളവർക്ക് അവസരം നൽകണമെന്നാവശ്യം. 15 വർഷമായിട്ട് മണ്ണാർക്കാട് ഒരു MLA ഇല്ല. ഒരു പ്രദേശത്തിൻ്റെ ഘട്ടത്തിൽ നേതൃത്വം മണ്ണാർക്കാട്ടേക്ക് പുറത്തുനിന്ന് ഒരു പ്രതിനിധിയെ പറഞ്ഞയക്കുകയും അത് 15 വർഷമായി ഈ പ്രദേശത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ നെഞ്ചിലേറ്റി എല്ലാ പിന്തുണ നൽകി അവർ ജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അദ്ദേഹത്തോടുള്ള എതിർപ്പ് കൊണ്ടോ വിയോജിപ്പ് കൊണ്ടോ അല്ല, മറിച്ച് മണ്ണാർക്കാട് നിന്നും പ്രാദേശികമായ ഒരാൾക്ക് ഒരു അവസരം കൊടുക്കണം എന്നൊരു അഭിപ്രായം പാർട്ടിക്കകത്തുണ്ട്. നമ്മൾക്കും വേണ്ടത്, നേതൃത്വത്തിനും വേണ്ടത് ഈ സീറ്റ് പിടിച്ചെടുക്കുക എന്നതാണ്. മഹാനായ പാണക്കാട് സാദിഖ് ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെ എല്ലാ മുസ്ലിം ലീഗരും അംഗീകരിക്കും. അതിൽ തർക്കമില്ല. കൂടുതൽ വിശദാംശങ്ങൾ ഗോകുൽ VS നൽകും. ഗോകുൽ, അങ്ങനെയെങ്കിൽ ഈ മണ്ണാർക്കാട് നിന്ന് ആർക്കായിരിക്കും അങ്ങനെ ഒരു അവസരം ലഭ്യമാവുക എന്നതും ഉയർന്ന ചോദ്യമാണല്ലോ. വിശദാംശങ്ങൾ എന്ത്? അതായത് പ്രധാനമായും പാലക്കാട് ജില്ലയിലുള്ള അല്ലെങ്കിൽ മണ്ണാർക്കാടുള്ള ഒരാളെ പരിഗണിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ആവശ്യം ഉന്നയിക്കുന്നത്. 3 തവണ മത്സരിച്ച് ജയിച്ച ഷംസുദ്ദീൻ മാറി നിൽക്കണമെന്നാണ് ഈ പാർട്ടിയിലെ ഒരു വിഭാഗം പറയുന്നത്. മണ്ണാർക്കാട് നിന്നുള്ളവർക്കോ അല്ലെങ്കിൽ പാലക്കാടുള്ളവർക്കോ അവസരം നൽകണം. ഇക്കാര്യം പാണക്കാട് തങ്ങളെ ഒരു വിഭാഗം അറിയിച്ചു. ഇന്ന് മണ്ണാർക്കാട്ടെ ലീഗ് നേതാക്കൾ PMA സലാമിനെ കാണും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഷംസുദ്ദീൻ വീണ്ടും മത്സരിക്കട്ടെ എന്ന് മറുവിഭാഗവും പറയുന്നുണ്ട്. അതായത് മറുവിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം, ഷംസുദ്ദീൻ 15 വർഷമായി അവിടെ MLA തുടരുന്ന ആളാണ്, നല്ല രീതിയിൽ പ്രകടനം നടത്തുന്ന ആളാണ്, മികച്ച രീതിയിൽ ജനങ്ങൾക്കിടയിൽ സംസർഗം പുലർത്തുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷംസുദ്ദീനെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്നാണ്. അതേസമയം തന്നെ മറുവിഭാഗം മറ്റ് നേതാക്കളെ, അത് ഇന്ന പേര് വെച്ച് ആരെയും പറയുന്നില്ല, മറിച്ച് മറ്റ് നേതാക്കളെ, ജില്ലയിലുള്ള നേതാക്കളെ, ജില്ലാ നേതൃത്വത്തിലുള്ള നേതാക്കളെ പരിഗണിക്കണമെന്നുള്ളതാണ് പറയുന്നത്. ശരി, ഗോകുൽ VS ആണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. മണ്ണാർക്കാടുകാരനായ ഒരാളെ പരിഗണിക്കണം എന്നതാണ് ഇപ്പോൾ ആവശ്യം. ഗോകുലിന് നല്ല ദിവസം ആശംസിക്കുന്നു.